ക്രൈസ്തവരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു ആണ്ടുവട്ടത്തിലെ ഏറ്റവും വിശുദ്ധമായ മനോഹരമായ കൃപ നിറഞ്ഞ ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ദൈവമേ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന പ്രാർത്ഥനയോടെ ഈ വിശുദ്ധ വാരത്തിൻ്റെ കവാടം കടന്ന നമ്മൾ ഇന്ന് ഈ വലിയ ശനിയാഴ്ച എത്തി നിൽക്കുകയാണ്. ഇന്നലെ ദുഃഖവെള്ളിയാഴ്ച കാൽവരിയിൽ കുരിശിൽ കിടന്ന് നമ്മുടെ കർത്താവ് ഉറക്കെ നിലവിളിച്ച് കരഞ്ഞ് മരിച്ചതിൻ്റെ ഓർമ്മ നമ്മുടെ ഹൃദയങ്ങളിലുണ്ട്. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് അങ്ങ് എന്നെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞ് ഈശോ ദൈവപിതാവിനെ വിളിച്ച്, ഒരുപക്ഷെ മാനുഷികമായി നമ്മൾ ചിന്തിച്ചാൽ ഒരു നിരാശയുടെ ചിന്തയോടെ ഈശോ പ്രാർത്ഥിക്കുന്നതായി നമുക്ക് തോന്നും. വിശുദ്ധ സുവിശേഷം പഠിക്കാൻ നമുക്കറിയാം, 12 വയസ്സ് മുതൽ ഈശോ സ്വർഗസ്ഥനായ ദൈവത്തെ പിതാവേ എന്നാണ് വിളിച്ചിരിക്കുന്നത്. പെസഹ തിരുനാളിൽ ബാലനായ ഈശോയെയും കൊണ്ട് മാതാപിതാക്കന്മാർ തിരുനാളിന് പോയപ്പോൾ ഈശോയെ അവിടെ വെച്ച് നഷ്ടമാകുന്ന സംഭവം നമുക്ക് ഓർമ്മിക്കാം. 3-ാം ദിവസം ഈശോയെ ദേവാലയത്തിൽ കണ്ടെത്തിയപ്പോൾ കന്യകാമറിയം ഈശോയോട് ചോദിക്കും ചോദ്യമുണ്ട്, മകനെ, നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത്? നിന്റെ പിതാവ് ഞാൻ ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. ഈശോയുടെ മറുപടി നമ്മൾ ശ്രദ്ധിക്കണം. ഈശോ പറയുകയാണ്, നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ല. അവിടെ മുതൽ ഇങ്ങോട്ട് ഈശോ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുന്നത് നമ്മൾ കേൾക്കുന്നു. സ്വർഗസ്ഥനായ ദൈവത്തെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാനാണ് ഈശോ നമ്മോട് ആവശ്യപ്പെട്ടത്. യഹൂദർക്കും നിയമജ്ഞർക്കും പ്രധാന പുരോഹിതന്മാർക്കും ഈശോ തൻ്റെ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. അങ്ങനെ ദൈവത്തെ പിതാവേ എന്ന് വിളിച്ച് ദൈവത്തോട് സ്നേഹ സംഭാഷണം നടത്തി കഴിഞ്ഞ ഈശോയാണ് കുരിശിൽ അസഹനീയമായ വേദനകളുടെ അവസ്ഥയിൽ താൻ പ്രാണന് വെടിയുന്ന സമയത്ത് അത്രമേൽ വേദനയോടെ ഈശോ ദൈവത്തെ വിളിക്കുന്ന എങ്ങനെയാണ്? പിതാവേ എന്നല്ല, പിന്നെയോ എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ എന്ന. അത്രമേൽ നിരാശാജനകമെന്ന് നമുക്ക് തോന്നാവുന്ന ഘട്ടത്തിൽ ഈശോ പ്രാണന് വെടിയുകയാണ്. പക്ഷേ തൊട്ടടുത്ത നിമിഷത്തിൽ ഈശോ പറയുന്നു, പിതാവേ, അങ്ങേ കൈകളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് വെച്ചാൽ വലിയ പ്രത്യാശയോടെ ഈശോ തൻ്റെ പ്രാണൻ പിതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ പ്രത്യാശയുടെ നിറവിലാണ് വലിയ ശനി, ദുഃഖശനി നമ്മൾ ആചരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് പ്രത്യാശയുടെ തിരുനാൾ ദിനമായതുകൊണ്ടാണ് ദുഃഖശനിയാഴ്ച ആദിമ ക്രൈസ്തവർ മാമോദിസ സ്വീകരിച്ചിരുന്നത്. ഈസ്റ്റർ ദിനം പ്രത്യാശയുടെ വിജയത്തിൻ്റെ തിരുനാളാണ്. വലിയ ശനി അഥവാ ദുഃഖശനി പ്രത്യാശയുടെ തിരുനാളാണ്. ഇപ്പോൾ നമ്മളുടെ വ്യത്യാസം നമുക്കറിയാം. മനുഷ്യൻ ദൈവത്തിൽ അർപ്പിച്ച പ്രത്യാശ വിജയിച്ച ദിവസമാണ് ഈസ്റ്റർ ദിനമെങ്കിൽ, മനുഷ്യൻ മരിച്ച് അടക്കപ്പെട്ട നസറത്തുകാരൻ ഈശോയിൽ വിശ്വസിക്കുന്ന, അവൻ ഉയർക്കുമെന്ന് പ്രത്യാശിക്കുന്ന, അവൻ ഈ ലോകത്തിൽ നിന്ന് നമ്മെ അനാഥരാക്കി വിട്ടുപോയിട്ടില്ല എന്ന് ഉറപ്പായി കരുതുന്ന, വിശ്വസിക്കുന്ന പ്രത്യാശയുടെ തിരുനാൾ ദിനമാണ് വലിയ ശനി അഥവാ ദുഃഖശനി. നമുക്ക് ഓർക്കാം. പ്രിയപ്പെട്ടവരെ, ഈ പ്രത്യാശയുടെ തീർത്ഥാടകരാണ് നമ്മളെന്ന കാര്യം നമുക്ക് മറക്കാതിരിക്കും. ജോൺ 23-ാമൻ മാർപ്പാപ്പയെക്കുറിച്ച് ജോർജിയോ കപ്പിറ്റാനി സംവിധാനം ചെയ്ത് നിർമ്മിച്ച ഒരു സിനിമയുണ്ട്, പോപ്പ് ജോൺ 23, പോപ്പ് ഓഫ് പീസ്. ആ സിനിമയുടെ ആരംഭം ഇപ്രകാരമാണ്. വെനീസിലെ പാത്രിയർക്കായിരുന്ന കർദിനാൾ റൊങ്കാളി, അദ്ദേഹമാണ് പിന്നീട് ജോൺ 23-ാം മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. 12-ാം പീസ് മാർപ്പാപ്പയുടെ മരണവിവരം വെനീസിലെ പാത്രിയർക്കീസായിരുന്ന കർദിനാൾ റൊങ്കാളിയെ അറിയിക്കാൻ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി അദ്ദേഹത്തെ അന്വേഷിച്ച് നടക്കുന്ന രംഗമാണ് സിനിമയുടെ തുടക്കം. ചാപ്പലിലും മാർക്കറ്റിലും ബോട്ട് ചട്ടിയിലുമൊക്കെ ഈ സെക്രട്ടറി കർദിനാൾ റൊങ്കാളിയെ അന്വേഷിച്ച് നടക്കുകയാണ്. ഒടുവിൽ അദ്ദേഹത്തെ കണ്ടെത്തുന്നത് 76 വയസ്സുകാരനായ വെനീസിലെ പാത്രിയർക്കായ
കർദിനാൾ റൊങ്കാളി തനിക്ക് വേണ്ടി തയ്യാർ ചെയ്തിരിക്കുന്ന കല്ലറയിൽ പ്രവേശിച്ച് അതിന് വലിപ്പമുണ്ടോ, ആവശ്യത്തിന് വലിപ്പമുണ്ടോ എന്ന് അദ്ദേഹം പരിശോധിക്കുന്ന രംഗത്താണ്. തൻ്റെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറെക്കെ നിർവഹിച്ചു കഴിഞ്ഞു. ഇനി നല്ല മരണത്തിൽ ഒരുങ്ങേണ്ട സമയമായെന്നും ഇനി പ്രത്യേകിച്ചൊന്നും തനിക്ക് ചെയ്യാനില്ല എന്നും അദ്ദേഹം തീരുമാനിച്ചുറപ്പിച്ച ഒരു സന്ദർഭമാണത്. പിന്നെ നമ്മൾ കാണുന്നത് പുതിയ മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പിന് വേണ്ടി കർദിനാൾ റൊങ്കാളി റോമിലേക്ക് പോയതിന് ശേഷം പിന്നീട് ഒരിക്കലും അദ്ദേഹം വെനീസിലേക്ക് തിരികെ വരുന്നില്ല. അദ്ദേഹമാണ് തിരുസഭയെ ഏറ്റവും അധികം സ്വാധീനിക്കുകയും ആധുനിക കാലഘട്ടത്തിൽ തിരുസഭയ്ക്ക് കൃത്യമായ ദിശാബോധം നൽകുകയും ചെയ്ത രണ്ടാം വത്തിക്കാൻ സൂനകദോസ് വിളിച്ചു ചേർത്ത മഹാനായ ജോൺ 23 മാർപ്പാപ്പ. പ്രിയപ്പെട്ടവരെ, എനിക്ക് പ്രായമായി, എനിക്ക് രോഗമായി, എനിക്ക് പ്രത്യാശിക്കാനും പ്രതീക്ഷിക്കാനും ഇനിയൊന്നുമില്ല എന്ന് കരുതുമ്പോൾ പോലും സർവശക്തനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇനിയും ഇടപെടുമെന്നും ഇനിയും എനിക്ക് ജീവിക്കാനുണ്ടെന്നും ഇനിയും എനിക്ക് ചെയ്യാനുണ്ടെന്നും ഇനി എനിക്ക് അധ്വാനിക്കാനുണ്ടെന്നും ഇനി എനിക്ക് അനേകരോട് വചനം പറയാനുണ്ടെന്നും ഇനി എനിക്ക് ഒരുപാട് ചെയ്യാനുണ്ടെന്നുള്ള ഓർമ്മപ്പെടുത്തൽ കർദിനാൾ റൊങ്കാളിയുടെ വിശുദ്ധനായ ജോൺ 23 മാർപ്പാപ്പയായി മാറിയ ആ വലിയ മഹാനായ കർദിനാൾ റൊങ്കാളി നമ്മെ പഠിപ്പിക്കുകയാണ്. ഈസ്റ്റർ ദിനത്തിന് ഒരുക്കമായുള്ള ഈ വലിയ ശനി, പ്രിയപ്പെട്ടവരെ, നമുക്ക് നൽകുന്ന സന്ദേശം വലുതാണ്. നമ്മുടെ ജീവിതം ഇവിടെ തീരുന്നതല്ല എന്നും ഇതിനപ്പുറത്ത്, ഈ ഭൂമിക്കപ്പുറത്ത്, ഈ മണ്ണിൻ്റെ അടരുകൾക്കപ്പുറത്ത് നമുക്ക് ജീവിതമുണ്ടെന്നും അവിടെ ഭാസുരമായ ഭാവി നമുക്കുണ്ടെന്നും നാം ഓർമ്മിക്കാനും ജീവിക്കാനും നമ്മെ പഠിപ്പിക്കുന്ന വിശുദ്ധമായ ദിനമാണ് വലിയ ശനി നമുക്ക് ഓർമ്മിക്കാം. അവരെ ചിലപ്പോഴൊക്കെ ജീവിതത്തിൻ്റെ വലിയ സഹനങ്ങളിൽ ഇനി എനിക്ക് പ്രതീക്ഷിക്കാൻ ഒന്നുമില്ല എന്ന് നമ്മളൊക്കെ കരുതി പോകുന്ന സന്ദർഭങ്ങളുണ്ട്. എൻ്റെ ദൈവം പോലും എന്നെ കൈവിട്ടു എന്ന് കരുതുന്ന ഒറ്റപ്പെടുന്ന സന്ദർഭങ്ങളുണ്ട്. ലോകാരോഗ്യ സംഘടന അടുത്ത കാലത്ത് പുറത്തുവിട്ട ഒരു കണക്കനുസരിച്ച് ഒരു സെക്കൻഡിൽ 40 പേർ ഈ ലോകത്തിൽ സ്വയം ജീവൻ അവസാനിപ്പിക്കുന്നു. ഒരു സെക്കൻഡ് 40 പേർ ആത്മഹത്യ ചെയ്യുന്നുവെന്നർത്ഥം. പ്രിയപ്പെട്ടവരെ, ജീവിക്കാനും സന്തോഷിക്കാനും പ്രത്യാശിക്കാനും ഇനി എനിക്കൊന്നും അവശേഷിച്ചിട്ടില്ല എന്ന ഭയാനകമായ ചിന്തയിലാണ് ആളുകൾ ആത്മഹത്യ ചെയ്യുന്നത്. നമ്മുടെയൊക്കെ സാഹചര്യങ്ങളിൽ ജീവിതത്തെ കുറേ കൂടി പ്രത്യാശയോടെ നോക്കാൻ ഈശോ മിശിഹ കുരിശിൽ കിടന്നുകൊണ്ട് എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചുവെന്ന് നിലവിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോഴും തൊട്ടടുത്ത നിമിഷത്തിൽ പിതാവിൻ്റെ കരങ്ങളിൽ തൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്ന മനോഹരമായ രംഗമുണ്ട്. പിതാവേ, അങ്ങേ കൈകളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് ഈശോ പറയുമ്പോൾ ചക്രവാളത്തിൽ എവിടെയെങ്കിലും പിതാവായ ദൈവത്തിൻ്റെ കരങ്ങൾ നീണ്ടുവരുന്നത് ഈശോ കണ്ടതുകൊണ്ടല്ല. പിന്നെയോ ദൈവം ആരെന്ന് ഈശോയ്ക്കറിയാം, തൻ്റെ പിതാവ് ആരാണെന്ന് ഈശോയ്ക്കറിയാം, എന്തിനാണ് ഈ വലിയ സഹനാനുഭവങ്ങളിലൂടെ താൻ കടന്നു പോകുന്നതെന്ന് ഈശോയ്ക്കറിയാം. വ്യക്തമായി അവബോധമുള്ളത് കൊണ്ടാണ് ഈശോ പിതാവിൻ്റെ കരങ്ങളിൽ വലിയ ഉറപ്പോടെ, വലിയ സ്നേഹത്തോടെ, വലിയ സമർപ്പണ ബുദ്ധിയോടെ തൻ്റെ ആത്മാവിനെ സമർപ്പിച്ചത്. പ്രിയപ്പെട്ട ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒന്നിനു പിറകെ ഒന്നായി ഉണ്ടാകുന്ന സഹനങ്ങളോ അവയുടെ കാഠിന്യമോ അല്ല, മറിച്ച് എന്തിനാണ് സഹിക്കുന്നത് എന്നതിനെക്കുറിച്ച് അവബോധമില്ലാത്തതാണ് ഏറ്റവും വലിയ സങ്കടം നമുക്ക് ഓർക്കാം. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ അവസ്ഥ ഇതാണ്. നമുക്കൊക്കെ സഹനങ്ങളുണ്ട്, ഒരുപാട് വേദനകളുണ്ട്. പക്ഷേ എന്തിനാണ് സഹിക്കുന്നത് എന്ന ചിന്തയില്ലാതെ സഹിക്കുമ്പോൾ സഹനം നമുക്ക് നരകമായി മാറുന്നു. എന്തിനാണ് താൻ സഹിക്കുന്നത് എന്ന ചിന്തയാണ്, എന്തുകൊണ്ടാണ് തന്നെ ദൈവം ഉപേക്ഷിച്ച ചിന്തയാണ് ഈശോയുടെ നിരാശ നിറഞ്ഞതെന്ന് നമുക്ക് ചിന്തിക്കാവുന്ന ആ പ്രാർത്ഥനയിലും വിലാപത്തിലുള്ളത്. പക്ഷേ എന്തുകൊണ്ടാണ് പിതാവ് തന്നെ ഉപേക്ഷിച്ചത് എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി ഈശോയ്ക്ക് മനസ്സിലായി. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം എന്തിനാണ് പിതാവ് ഈശോയെ ഉപേക്ഷിച്ചത് എന്ന ഉത്തരമാണ്. അതെന്താണ്? എന്തുകൊണ്ടെന്നാൽ തന്നിൽ വിശ്വസിക്കുന്ന ഒരുവനും ഒരിക്കലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതൻ നൽകാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. പിതാവായ ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്നതുകൊണ്ടാണ് ഈശോ ഇപ്രകാരം സഹിക്കേണ്ടി വന്നതെന്ന് ഈശോയ്ക്ക് മനസ്സിലായി. പ്രിയപ്പെട്ടവരെ, സഹനത്തിൻ്റെ പിന്നിൽ സ്നേഹമുണ്ട് എങ്കിൽ സഹനം നിരാശപ്പെടുന്ന ഒന്നായി മാറില്ല. ഈ ഉയർപ്പ് തിരുനാളിൻ്റെ തൊട്ട് തലേന്ന് ഈ വലിയ ശനിയാഴ്ച പ്രിയപ്പെട്ടവരെ, പ്രത്യാശയോടെ സഹനാനുഭവങ്ങളെ കാണാൻ സാധിക്കട്ടെ. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ഉത്തരവാദിത്തങ്ങളുടെ മേഖലയിൽ
ഒരുപാട് സഹനാനുഭവങ്ങൾ നമുക്കുണ്ട്. ഇവയ്ക്കൊക്കെയും വിലയുണ്ട് എന്ന് തിരിച്ചറിയേണ്ട ദിവസമാണിത്. പ്രത്യാശയുടെ തിരുനാൾ ഇന്നാണ്. പ്രത്യാശയുടെ വിജയത്തിൻ്റെ തിരുനാൾ നാളെയാണ്. നമുക്ക് ഓർക്കാം. നല്ല ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.